നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അഴിമതി ഭരണക്കാരെ താഴെയിറക്കുകയാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല. ഇതിനാവശ്യമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകും. നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്ന പദ്ധതിക്കാണ് വൈദ്യുതി രംഗത്ത് സർക്കാർ ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല. ലൈഫ് ഭവന പദ്ധതിയിൽ മികച്ച നേട്ടവുമായി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഈ ഭരണസമിതിയുടെ കാലത്ത് ജനറൽ SC വിഭാഗങ്ങളിലായി നൽകിയത് 400 വീടുകൾ. ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് ഉറപ്പാക്കുമെന്നും ഭരണസമിതി. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട 1.5 കോടി രൂപ UDF ഭരണസമിതി നഷ്ടപ്പെടുത്തിയെന്ന ആരോപണം. CPM പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പദ്ധതി നിർവഹണത്തിൽ അലംഭാവമെന്നും നേതാക്കൾ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധം തുടരുന്നു. പെരിന്തൽമണ്ണയിൽ KSCB ഡിവിഷൻ ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് മാർച്ച്. സാധാരണക്കാരുടെ താൽപര്യങ്ങളല്ല സർക്കാർ സംരക്ഷിക്കുന്നതെന്ന നേതാക്കൾ. വല്ലപ്പുഴ കുറുവട്ടൂർ കുളപ്പള്ളി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം. വാർഡിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനമെന്ന് കോൺഗ്രസ്. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും വിവേചനമുണ്ടായിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. അഴിമതിക്കാരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ ആവശ്യമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വൈദ്യുതി രംഗത്ത് ദീർഘകാല കരാറിൽ ഒപ്പിടാനാണ് സർക്കാർ പോകുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. തൃത്താലയിൽ കോൺഗ്രസ് നേതാവായിരുന്ന VK പുരുഷോത്തമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഒരു ഗവൺമെന്റ് മാറി വരണം. ഈ അഴിമതിക്കാരെ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തൃത്താലയിൽ കോൺഗ്രസ് ശക്തമാണ്, UDF ശക്തമാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ബലറാമുണ്ട്, CV ബാലേന്ദ്രനുണ്ട്, പ്രധാന ശബ്ദത്തിൽ മാഷുണ്ട്, 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, മിടുക്കരായ 2 ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്. നിങ്ങൾ എല്ലാവരും ചേർന്ന് നമ്മൾ തിരിച്ചു വരാനും എല്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനും നമ്മൾ ഈ നിയോജകമണ്ഡലം വിജയിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നും ശ്രീ VK പുരുഷോത്തമൻ കോൺഗ്രസിന്റെ നെടുന്തൂണായിരുന്നു. നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്ന പദ്ധതിയാണ് വൈദ്യുതി രംഗത്ത് സർക്കാർ നടപ്പാക്കുന്നത്. മണിമലയാർ പദ്ധതിയിലൂടെ പുതിയ ദീർഘകാല കരാറിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 4 രൂപ 29 പൈസയ്ക്ക് 1 യൂണിറ്റ് വൈദ്യുതി കിട്ടത്തക്ക വിധത്തിലുള്ള ദീർഘകാല കരാറിൽ ഒപ്പിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 2041 വരെ ഒരു കരാറുണ്ടായിരുന്നു, 4 രൂപ 29 പൈസയ്ക്ക്. അത് റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ കരാറിന് വേണ്ടി പോകുന്നത്. ഇന്നലെ നിങ്ങൾ പത്രത്തിലുണ്ട്, റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഇതിന് വില കൂടാൻ പാടില്ല. നമ്മളെ ആളുകളെ കളിപ്പിക്കുകയല്ലേ, ആളുകളെ പൊട്ടന്മാരാക്കുകയല്ലേ. ഇന്ന് 4 രൂപ 29 പൈസയ്ക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ആവശ്യം 4 രൂപ 29 പൈസയ്ക്ക് തന്നെ 1 യൂണിറ്റ് വൈദ്യുതി കിട്ടത്തക്ക നിലയിലുള്ള ലോങ് ടൈം എഗ്രിമെന്റ് ഒപ്പിടണമെന്ന്. അതിനിടയിലാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന മണിയാറിലുള്ള ഒരു ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി 30 വർഷത്തേക്ക് ലൈനാർ ഗവൺമെന്റ് കാലത്ത് കൊടുത്തതാണ്. 12 മെഗാവാട്ട് ഉത്പാദിപ്പിക്കും. ആ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും ഉപയോഗിച്ച് കമ്പനികൾ നടത്തണം. 3 കമ്പനി അവർ നടത്തുന്നു. KPCC വൈസ് പ്രസിഡന്റ് VT ബലറാം ചടങ്ങിൽ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട 1.5 കോടി രൂപ UDF ഭരണസമിതി നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് CPM നെന്മിനി കീഴാറ്റൂർ ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പാർട്ടി മഞ്ചേരി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിറോസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നിർവഹണത്തിലെ അലംഭാവം മൂലം UDF നേതൃത്വം നൽകുന്ന കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 1.68 കോടി രൂപ നഷ്ടമാക്കിയതിനെതിരെയാണ് CPIM പ്രതിഷേധം ശക്തമാക്കിയത്. കീഴാറ്റൂർ നെന്മിനി ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാർച്ച് നടത്തിയത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1.94 കോടി രൂപയിൽ വെറും 13.04% മാത്രമാണ് ഭരണസമിതി ചിലവഴിച്ചത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട തുക നഷ്ടപ്പെടുത്തിയതിലൂടെ വൻ വീഴ്ചയാണ് ഭരണസമിതി വരുത്തിയിട്ടുള്ളതെന്നും മാർച്ചിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. അവരുടെ കാർഷിക പുരോഗതി, അവിടുത്തെ
കെ കോമളവല്ലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി ജ്യോതിഷ്, എൻ നിതീഷ്, പി രതീഷ്, കെ ബാലസുബ്രഹ്മണ്യൻ, യു ശിവദാസൻ, കക്കാട്ടിൽ കുഞ്ഞിപ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാടുപെടുമ്പോൾ 400 വീടുകൾ നൽകി കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത്. SC വിഭാഗത്തിൽ 100% വീടുകൾ നൽകാനും കുമരംപുത്തൂർ പഞ്ചായത്തിന് കഴിഞ്ഞു. ജനറൽ SC വിഭാഗങ്ങളിലായി 400 വീടുകളാണ് നിലവിലെ ഭരണസമിതിയുടെ കാലത്ത് നൽകിയത്. SC വിഭാഗത്തിൽ നേരത്തെ എഗ്രിമെന്റ് വെച്ച 190 വീടുകൾ ആദ്യഘട്ടത്തിൽ നൽകി. രണ്ടാം ഘട്ടമായി 18 ജനറൽ വീടുകൾ ഉൾപ്പെടെ 108 വീടുകളും നൽകി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 102 വീടുകൾ എഗ്രിമെന്റ് വെച്ചു. ഒന്നാം ഘട്ടത്തിൽ എഗ്രിമെന്റ് വെച്ച 190 വീടുകളും പൂർത്തിയായി. 2ഉം 3ഉം ഘട്ടങ്ങളിൽ നൽകിയ വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പഞ്ചായത്ത് വിഹിതമായ 40,000 രൂപ ലഭിച്ചവരും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഹിതമായ 1 ലക്ഷം ഉൾപ്പെടെ 1,40,000 ലഭിച്ചവരും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ 1 ലക്ഷവും കൂട്ടി 2,40,000 കിട്ടിയവരുമുണ്ട്. അവസാന ഗഡുവായ 1,60,000 കിട്ടാൻ കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗവും. അവസാന ഗഡു സർക്കാർ വായ്പ എടുത്ത് നൽകണമെന്നാണ് ലൈഫ് പദ്ധതിയിലെ വ്യവസ്ഥ. എവിടെ നിന്ന് വായ്പ എടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാകാത്തത് കാരണം അവസാന ഗഡു എന്ന് നൽകാനാവുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് പറഞ്ഞു. സംസ്ഥാന സർക്കാരുടെ ലൈഫ് മിഷനിൽ ബന്ധപ്പെട്ടപ്പോൾ അത്തരം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരറിവും അവരുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ വീട് പണി പകുതി പൂർത്തീകരിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള വലിയ ഒരു ആശങ്കയിലാണ് പൊതുജനങ്ങളുള്ളത്. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷകാലമായി 120 ഭവന പദ്ധതിക്ക് എഗ്രിമെൻറ്റ് വെക്കുകയും അതിൻ്റെ ഏകദേശം അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് വരികയാണ്. എന്നാൽ 4 ലക്ഷം രൂപയാണ് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരാൾക്ക് കിട്ടേണ്ടതെങ്കിൽ ആ 4 ലക്ഷത്തിലേക്ക് തുക എത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഓരോ ഗ്രാമപഞ്ചായത്തും. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തും അതിൻ്റെ വലിയൊരു ആശങ്കയിൽ തന്നെയാണുള്ളത്. ഏകദേശം 3 ലക്ഷം രൂപയോളം പല ഘട്ടങ്ങളായി കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഏകദേശം പല ഗുണഭോക്താക്കളും എഗ്രിമെൻ്റ് വെക്കാൻ വൈകിയത് കൊണ്ട് 40,000 രൂപ ഫണ്ട് കിട്ടിയവരുമുണ്ട്. ഇവർക്ക് 4 ലക്ഷം രൂപ എത്തിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്, പ്രത്യേകിച്ച് കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാൻ ഫണ്ട് കൃത്യമായി ഇല്ലാത്തത് കൊണ്ട്, ഓൺ ഫണ്ട് കുറഞ്ഞൊരു ഗ്രാമപഞ്ചായത്തത് കൊണ്ട് സർക്കാരിൻ്റെ ഇത്തരം ലോണുകൾ കിട്ടിയാൽ മാത്രമേ ഇത്തരം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഗ്രാമപഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിൽ തന്നെയാണ്. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തും ഈ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. സർക്കാർ തലങ്ങളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം കിട്ടിക്കൊണ്ട് ഇവർക്ക് ഏത് തരത്തിലാണ് ലോൺ പ്രൊവൈഡ് ചെയ്യാം എങ്കിൽ ആ ലോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ ഭവനങ്ങളെല്ലാം പൂർത്തീകരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് ആവശ്യപ്പെടാനുള്ളത്. ഭരണസമിതി അധികാരത്തിലെത്തിയതു മുതൽ വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിലാണ് ശ്രദ്ധ ഊന്നിയത്. ഇതിനായി പദ്ധതി വിഹിതത്തിൽ നീക്കിവെക്കാൻ കഴിയാവുന്ന തുകയെല്ലാം വീട് നിർമ്മാണത്തിലേക്ക് മാറ്റി. പഞ്ചായത്ത് നൽകേണ്ട 40,000 രൂപ അനുവദിച്ച് എഗ്രിമെന്റ് നടപടികൾ പൂർത്തിയാക്കി. ഉദ്യോഗസ്ഥ തലത്തിൽ തുടക്കത്തിൽ എതിർപ്പുണ്ടായെങ്കിലും ഭരണസമിതി പദ്ധതിയുമായി മുന്നോട്ടു പോയി. ഇത് പിന്നീട് ഫലം കണ്ടു. ഇനിയും ലൈഫ് ഗുണഭോക്താക്കളുടെ പട്ടികയിൽ 800-ലേറെ പേരാണ് ഉള്ളത്. ഇവർക്കും വീടുറപ്പാക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ സഹദ് അരിയൂർ പറഞ്ഞു. മുൻകാലങ്ങളിലേതുപോലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലോണെടുക്കാൻ സർക്കാർ അനുമതി നൽകുകയാണെങ്കിൽ അവസാന ഗഡു നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാനാവുമെന്ന് അധ്യക്ഷൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുമരംപുത്തൂർ പഞ്ചായത്തിലെ 850ഓളം ജനറൽ വീടുകൾക്കാണ് ഇപ്പോൾ നിലവിൽ ലൈഫ് ഭവന പദ്ധതിയിലുള്ള ലിസ്റ്റ് കയ്യിലുള്ളത്, സർവേ നടത്തി അതിൻ്റെ അർഹതയുള്ളത്. അപ്പോൾ അതിലെ ആളുകൾക്ക് വീട് കൊടുക്കണമെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ 120 ജനറൽ ആളുകളുടെ എഗ്രിമെൻ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 40,000 രൂപ എന്നുള്ള നിലക്ക് 60 ലക്ഷം രൂപയാണ് പ്ലാൻ ഫണ്ടിൽ വെക്കുകയും അതെല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന ബാക്കി വിഹിതങ്ങൾ സർക്കാരിൻ്റെ വിഹിതവും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും വിഹിതവും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 1,60,000 രൂപ ലോൺ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നോംസിൽ പറയുന്നത്. ഈ ലോണ് എടുക്കേണ്ടത് എവിടുന്നാണെന്നോ എങ്ങനെയാണെന്നോ എന്നുള്ള ഒരു നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾക്ക് ലഭിച്ചിട്ടില്ല. ഇത് ലഭിക്കാത്തത്തോളം കാലം ഈ ആളുകൾക്ക് ഈ കാശ് കൊടുക്കാൻ വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറയാനുള്ളത്. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KSEB ഡിവിഷൻ ഓഫീസിലേക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. KPCC അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ VA കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ടൗൺ സ്ക്വയർ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് KCB ഡിവിഷൻ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നും മുമ്പ് UDF സർക്കാർ കൊണ്ടുവന്ന കരാർ റദ്ദു ചെയ്ത് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. KPCC അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ VA കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആരാണ് ഉത്തരവാദി? കരുണാകരനെ നിങ്ങൾ പൂരിപ്പിച്ചു, AK ആന്റണിയെ നിങ്ങൾ പൂരിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ DYFIക്കാരോട്, CIT-കാരോട്, മാർക്സിസ്റ്റുകാരോട് എന്ത് പറയാനുള്ളത് നിങ്ങൾക്ക്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വിലവർദ്ധന ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ഓപ്പൺ മാർക്കറ്റിൽ വിലവർദ്ധന ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഇന്ത്യയുടെ പ്രിയങ്കരിയായ നേതാവ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു രാജ്യത്ത്. ഏതാണ് ആ സിസ്റ്റം? പൊതുവിതരണ ശൃംഖലയും പൊതുവിതരണ സമ്പ്രദായവും. ഇന്ന് അതിന്റെ അവസ്ഥ എന്താ? മാവേലി സ്റ്റോറുകളുടെ അവസ്ഥ എന്താ? റേഷൻ കടകളുടെ അവസ്ഥ എന്താ? എല്ലാം തരിപ്പണമായി തകർന്നു. സാധാരണക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടല്ല ഇടതു സർക്കാർ ഭരണം നടത്തുന്നതെന്നും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വിലയിരുത്തിയാൽ ഇത് മനസ്സിലാകുമെന്നും VA കരീം പറഞ്ഞു. ഈ ഗവൺമെന്റിനെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല, ഇത് സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റുമല്ല, ഇത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെയും കള്ളന്മാരുടെയും സംരക്ഷകരായ ചില ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഭരണാഭാസമാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറയുന്നത് ശ്രീ G. സുധാകരൻ. ഞാൻ അതേ വാക്ക് ആവർത്തിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കൊള്ളക്കാരനായ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ കേരളീയ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ എത്രമാത്രം വലുതാണ് എന്ന് ചരിത്രത്തെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. DCC അംഗം TP മോഹൻദാസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ലീല മോഹൻദാസ്, ബിന്ദു മോഹൻദാസ്, നഗരസഭാ കൗൺസിലർമാരായ കൃഷ്ണപ്രിയ, മുഹമ്മദ് സുനിൽ തുടങ്ങിയവരും ശശി വളാങ്കുളം, CK അൻവർ, ഹുസൈൻ ബാറൽ, ഷാജി കട്ടുപ്പാറ എന്നിവരും സംസാരിച്ചു. ഷെരീഫ് ചക്കാലി, ദിനേശ് കണക്കഞ്ചേരി, യാക്കൂബ് കുന്നപ്പള്ളി, രാജേഷ് മാസ്റ്റർ, CP ഷീബ, C സണ്ണി, അനീഷ് കുന്നപ്പള്ളി, മനോജ് പാതായ്ക്കര, ലിനു ജെയിംസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തീരാ ദുരിതമായി വല്ലപ്പുഴയിലെ കുറുവട്ടൂർ കുളപ്പള്ളി റോഡ്. വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. രാഷ്ട്രീയ വിവേചനം മൂലം പഞ്ചായത്ത് ഭരണസമിതി ഈ പ്രദേശത്തെ അവഗണിക്കുകയാണ് എന്നാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലാണ് കുറുവട്ടൂർ കുളപ്പള്ളി റോഡ് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. റോഡിന് ഇരുവശവും കുടിവെള്ള പദ്ധതിക്കായി ചാലുകീറിയതോടെ ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ദുരിതം ഇരട്ടിയായി. പലതവണ റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു പരിഗണനയും ഈ പ്രദേശത്തുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ആരോപണം. വല്ലപ്പുഴ പ്രദേശത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗമാണ് കുറുവട്ടൂർ കുളപ്പള്ളി റോഡ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, തൃശൂർ മെഡിക്കൽ കോളേജ്, മറ്റു പ്രധാന സ്വകാര്യ ആശുപത്രികൾ, നെടുമ്പാശ്ശേരി എയർപോർട്ട് തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലേക്കെല്ലാം കൊപ്പം, തിരുവേഗപ്പുറ, പെരിന്തൽമണ്ണ, നെല്ലായ തുടങ്ങിയ ഭാഗത്തു നിന്നുള്ളവർക്ക് എത്തിപ്പെടാനുള്ള എളുപ്പമാർഗമാണ് ഈ വഴി. നിരവധി സ്കൂൾ വാഹനങ്ങളും പ്രൈവറ്റ് ബസ്സുകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിനംപ്രതി കടന്നു പോകുന്നത്. ഇവരെല്ലാം ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ മനം മടുത്ത അവസ്ഥയിലാണ്. എന്താ ഈ റോഡിന്റെ അവസ്ഥ? ഇത് കണ്ടല്ലോ, ഇപ്പൊ അവിടുന്ന് ഒരു
100 മീറ്ററിന് എടുത്തിട്ടില്ല, അപ്പളത്തിന് തണ്ടൽ വേദന പിടിച്ചു. ഞങ്ങൾക്ക് എല്ലാ പ്രതിനിധികളും ഉണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, മറ്റേ ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ എല്ലാം ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാലങ്ങളായിട്ട്, കൊല്ലങ്ങളായിട്ട് ഈ ശോചനീയാവസ്ഥയാണ്. അതായത് ഷൊർണൂരിലേക്ക്, അതേമാതിരി കൊപ്പം ടു ഷൊർണൂർ, പെരിന്തൽമണ്ണ ഷൊർണൂർ, ഇതിൻ്റെ കൂടി തൃശ്ശൂരേക്കുള്ള ഷോർട്ട് കട്ടാണ്. ഒരു ദിവസം എത്ര വാഹനങ്ങളാണ് ഇതിലെ പോകുന്നത് അറിയാം. തൃശ്ശൂരാണ് കാര്യമായിട്ട് ഹോസ്പിറ്റലുകളുള്ളത്. രോഗികളായിട്ട് ഇതിലെ പോയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം ഞാൻ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇതിലെ ഒരു ദിവസം എത്ര പ്രാവശ്യം എനിക്കിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നില്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ മുതലല്ലേ. ഇങ്ങനെ നശിപ്പിച്ചുകൾ ആരോട് പറഞ്ഞാലും ഒരു മറുപടിയില്ല. ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞുവിടാന്നല്ലാതെ അവനാ കാശ് കൊടുത്ത് വാങ്ങിയ മുതൽ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ ആരോടൊപ്പം ഇതിനൊക്കെ പറയാം. ഒരു രക്ഷയും കാണുന്നില്ല. ഈ റോഡിൻ്റെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 300 മീറ്റർ അവർ കഴിഞ്ഞ വർഷം തന്നെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാനൊരു നിർവാഹമല്ല. ഇതിപ്പോൾ ഒരു മാസങ്ങളായിട്ടുള്ള വിഷയമല്ലേ. വർഷങ്ങളായിട്ട് ഇവിടെ ഒരു മെയിൻ്റനൻസും നടന്നിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതിയുടെ രാഷ്ട്രീയ വിവേചനമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് മെമ്പർ ബിന്ദു സന്തോഷ് പറയുന്നത്. ഭരണകക്ഷി മെമ്പർമാർക്കെല്ലാം 25-35 ലക്ഷം രൂപ റോഡ് റീടാറിങ്ങിനായി അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ മെമ്പർ ആയതുകൊണ്ട് മാത്രം തനിക്ക് 10 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും ഇതിൽ 8 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡിന്റെ ഒരു ഭാഗം മാത്രമേ ചെയ്യാൻ സാധിച്ചതുള്ളൂ എന്നും ബിന്ദു സന്തോഷ് പറഞ്ഞു. 2023-24 വർഷത്തിൽ ഞാൻ അടക്കമുള്ള പ്രതിപക്ഷ മെമ്പർമാർക്ക് കേവലം 10 ലക്ഷം രൂപയും ഭരണപക്ഷ മെമ്പർമാർക്ക് 30-35 ലക്ഷം രൂപ വയ്ക്കുന്നൊരവസ്ഥ വന്നു. തികച്ചും രാഷ്ട്രീയ വിവേചനം തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് 2,52 ലക്ഷത്തോളം പദ്ധതികളാണ്, വിവിധ പദ്ധതികളാണ് ഈ വർഷം സ്പിൽ ഓവറിൽ വന്നത്. അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കേണ്ട, പല വാർഡുകളിലും ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് അത് സ്പിൽ ഓവറിൽ വരുത്തി നമുക്ക് നഷ്ടം വരുത്തിച്ചതാണ്. കാരണം ഇതൊക്കെ പല റോഡിൻ്റെ വിഷയം മാത്രമല്ല, പല പദ്ധതികളും ആ സാമ്പത്തിക വർഷത്തിൽ ചെയ്യേണ്ടത് സമയബന്ധിതമായി ചെയ്യാത്തത് കൊണ്ട് പിറ്റത്തെ വർഷത്തെ ഫണ്ടിലേക്കാണ് അത് പോകുന്നത്. അപ്പം നമുക്ക് ഈ 24-25 വാർഷിക പദ്ധതിയിൽ നമ്മൾ ഗ്രാമസഭ കൂടുകയും എല്ലാ വാർഡുകളിൽ നിന്നും പുതിയ പ്രൊജക്റ്റുകളും പുതിയ റോഡുകളൊക്കെ കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ ആസൂത്രണ സമയത്ത് ഫണ്ട് തികയാത്ത അവസ്ഥയാണ്. ഈ വർഷം എനിക്ക് കേവലം മെയിൻ്റനൻസ് ഗ്രാൻഡ് റീടാറിങ് ചെയ്യാൻ തുച്ഛം 2 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അത് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ കൃത്യമായി ആ സമയബന്ധിതമായി വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അതിന് കാരണക്കാര് പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും MLAയ്ക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു പരിഗണനയും ലഭിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. തുടർന്ന് VK ശ്രീകണ്ഠൻ MPക്ക് പരാതി നൽകുകയും MP ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും പ്രദേശവാസികൾ പറഞ്ഞു. പ്രധാനപ്പെട്ട റോഡായിട്ടും കൂടിയും ഈ റോഡിനെ അവഗണിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കും MLAയ്ക്കും MPക്കും ഒക്കെ ലെറ്റർ നൽകിയിട്ടുണ്ട്. അതാത് സമയങ്ങളിൽ അതാത് വർഷത്തിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളെക്കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു നിവേദനം തന്നെ ഈ പറയപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുണ്ട്. ആരും രാഷ്ട്രീയ വിവേചനം കൊണ്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ വാർഡിലെ മെമ്പർ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പറാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും MLAയും CPMകാരും ഇടതുപക്ഷക്കാരുമാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് കൊണ്ട് രാഷ്ട്രീയ രംഗത്ത്, വികസന രംഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കാണിച്ചത് കൊണ്ടാണ് ഈ റോഡ് പൂർണ്ണമായി നവീകരിക്കാൻ കഴിയാതിരുന്നത്. തലതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ശക്തമായ പ്രക്ഷോഭം കൊണ്ട് മുന്നിട്ടിറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കക്ഷി രാഷ്ട്രീയം മറന്നിട്ട് എല്ലാവരും ഇവിടെ ഞങ്ങൾ റോഡ് ഉപരോധിച്ച് കർശനമായിട്ടുള്ള കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം റോഡിന് ഫണ്ട് അനുവദിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു രാഷ്ട്രീയ വിവേചനവും കാണിച്ചിട്ടില്ലെന്നും ഈ ഭരണസമിതിക്ക് മുമ്പ് 10 വർഷക്കാലം പഞ്ചായത്ത് UDF ഭരിച്ചപ്പോൾ റോഡിനു വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. വാർഡിലേക്ക് അനുവദിക്കുന്ന ഫണ്ട് ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് മെമ്പർമാരാണെന്നും ഇത്തവണയും ഫണ്ട് നീക്കിവെക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു.
വയനാട് ദുരന്തബാധിത മേഖലയ്ക്ക് കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് AIYF മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് A. നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. CPI മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കോടതിപ്പടിയിൽ സമാപിച്ചു. വയനാട് ദുരന്തത്തെ നിസാരവൽക്കരിക്കുന്ന സമീപനമാണ് പ്രധാനമന്ത്രി മോദിയുടെയും BJP ഗവൺമെന്റിന്റെയുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ സെക്രട്ടറി P. നൌഷാദ് പറഞ്ഞു. ദുരന്തം സംഭവിച്ച് 4 മാസം കഴിഞ്ഞിട്ട് ദുരന്ത ബാധിതർക്ക് ഒരു 10 നയാ പൈസ കൊടുക്കാൻ ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ തയ്യാറായില്ല എന്നു മാത്രമല്ല, ആ ദുരന്തത്തെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ BJPയുടെയും RSSന്റെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാർ വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയത്. അവർ പറയുന്നത് ഒരു ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളിൽ മാത്രമാണ് ഈ ദുരന്തമുണ്ടായത്. അതുകൊണ്ട് ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുരന്തബാധിതരെ ഒന്നടങ്കം അവഹേളിക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ വാർത്താ സമ്മേളനം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ബോബി ജോയ് ഓണക്കൂർ അധ്യക്ഷത വഹിച്ചു. AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ, ഷാഫി നറുക്കോട്ടിൽ, ഗായത്രി അബുരാജ, റാഫി മൈലങ്കോട്ടിൽ, അജിത്ത് എടേരം, ഷാഫി കുറ്റിക്കോടൻ, സലാം പാക്കത്ത്, പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെറുപ്പളശ്ശേരിയിൽ നടപ്പാതയ്ക്ക് കുറുകെ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിൽ അശാസ്ത്രീയതയെന്ന ആരോപണം. ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനോട് ചേർന്നാണ് സംഭവം. ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലാണ് നടപ്പാതയോട് ചേർന്ന് സ്ലാബിന് കുറുകെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുള്ളത്. നഗര നവീകരണ പ്രവൃത്തികൾ ഈ ഭാഗത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കാൽനടയാത്രക്കാർക്ക് തടസ്സമാകുന്ന വിധം പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ഭാഗമാണിത്. ഇവിടെ ഈ വിധം പൈപ്പിട്ടത് അശാസ്ത്രീയമാണെന്നാണ് ആരോപണം. ആളുകൾ തെന്നിവീഴാൻ ഇത് ഇടയാക്കുമെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്നും ലീഗ് നേതാവും നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ KK അസീസ് പറഞ്ഞു. ഈ വള്ളുവനാടിൻ്റെ ഒരു ടൗണ് എന്ന നിലക്ക് ചെർപ്പളശ്ശേരി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ചെർപ്പളശ്ശേരി ടൗണിൽ സാധാരണക്കാരായ ആളുകൾക്ക്, വഴിയാത്രക്കാർക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, തൊഴിലാളികൾക്ക് അവർക്കൊക്കെ ഏറെ പ്രയാസകരമായ രീതിയിലാണ് ഇപ്പോൾ ഈ വാട്ടർ ലൈനിൻ്റെ ഈ വണ്ണം കൂടിയ ഏതാണ്ട് 6 ഇഞ്ച് വണ്ണമുള്ള ഈ പൈപ്പ് ലൈൻ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അധികാരി വർഗം ഇതിന് പരിഹാരം കാണണം. ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അപകടം, ഇതിപ്പോൾ ഏതെങ്കിലും ഒരാൾ തന്നി വീണ് തല അടിച്ച് വീണ് കഴിഞ്ഞാൽ അവർക്ക് ജീവഹാനി വരെ സംഭവിക്കുന്ന തരത്തിലാണ് ഈ പൈപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ പ്രതികരിക്കുക എന്ന ജനാധിപത്യത്തിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്കും മുന്നണിയിലെ ഓരോ ഘടകകക്ഷികൾക്കും ഞങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ്. ഇന്ത്യന്നൂർ ഗോപി മാസ്റ്ററെ അനുസ്മരിച്ചുകൊണ്ടുള്ള നാട്ടുവിചാരം ഡിസംബർ 22 ഞായറാഴ്ച അടയ്ക്കാപുത്തൂർ ഗോപി മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടക്കും. ഉന്നത വിദ്യാഭ്യാസം, ഭാവിയും ഭാവനകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിന്റെ ആരംഭം മുതൽ ദീർഘകാലം പ്രധാനാധ്യാപകനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും ആദ്യകാല സംഘാടകനും ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ തുടക്കക്കാരനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപി മാഷുടെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് നാട്ടുവിചാരം സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ഗോപി മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ ഉന്നത വിദ്യാഭ്യാസം, ഭാവിയും ഭാവനകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ വിദഗ്ധനും കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ MV നാരായണൻ മുഖ്യാതിഥിയാവും. ഡോക്ടർ അച്യുത് ശങ്കർ S. നായർ സ്മാരക പ്രഭാഷണം നടത്തും. നാട്ടുവിചാരത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച് ശേഖരിച്ച മികച്ച കുറിപ്പുകൾക്ക് സമ്മാനം നൽകും. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ദർശനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള സമീപനരേഖ മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഈ വർഷം നമ്മൾ ഉന്നത വിദ്യാഭ്യാസവും ഭാവി
ഭാവനകളും എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് നമ്മളൊരു പരിപാടി, ഒരു സെമിനാർ എന്നുള്ള രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മുടെ പൊതുസമൂഹത്തിനുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആശങ്കകൾ അതിലുണ്ടോ, അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടോ, ഇതൊക്കെ നമുക്ക് സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമ്മൾ ഈ ഒരു സംവാദം എന്നുള്ള രീതിയിൽ ഈ നാട്ടുവിചാരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളായിരുന്നു. അത് ഈ നാട്ടുവിചാരം ഗോപി മാസ്റ്റർ സ്മരണ ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുകളാണ്. അപ്പോൾ അവരുമായുള്ള ഈ കൂടിക്കാഴ്ചയിൽ അവരുമായി കുട്ടികൾക്കൊരു സംവദിക്കാൻ കൂടി ഒരു അവസരം നമുക്ക് നൽകണം എന്നാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഒരു കാഴ്ചപ്പാട്. പട്ടാമ്പി കോളേജുമായി സഹകരിച്ചിട്ടാണ് നാട്ടുവിചാരം പരിപാടി സംഘടിപ്പിച്ചത്. അത് പട്ടാമ്പി കോളേജിലെ കുട്ടികളും അവിടുത്തെ അധ്യാപകരും NSS പരിസ്ഥിതി ക്ലബ്ബൊക്കെ സഹകരിച്ചുകൊണ്ടാണ് അന്ന് നടത്തിയത്. മറ്റുള്ള വർഷങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ അടക്കാപുത്തൂർ എന്ന കൊച്ചു ഗ്രാമത്തെ തന്നെ അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും നല്ലത് അദ്ദേഹത്തെ സ്മരിക്കാൻ എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവിടെ ഒത്തുചേരുന്നു. നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. വെറും ഒരു അനുസ്മരണം എന്നുള്ള രീതിയിൽ ഉപരിയായിട്ട് നമ്മുടെ സമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിലൂടെ എന്തെങ്കിലും നമുക്ക് നൽകാൻ സാധിക്കുമോ എന്നതാണ് ഞങ്ങൾ ആലോചിച്ചത്. മാത്രമല്ല, ഇക്കുറത്തെ നമ്മളുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് വരുന്നത് ഡോക്ടർ MV നാരായണൻ സാറാണ്. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയാണല്ലോ അദ്ദേഹം. അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ ശാസ്ത്രലേഖകനായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരാണ് ഇദ്ദേഹത്തെ നമ്മുടെ ഗോപി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി കൺവീനർ ഡോക്ടർ K അജിത്, വാർഡ് മെമ്പർമാരായ KC ശങ്കരൻ, K പ്രേമ, പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് മേജർ M വാസുദേവൻ, പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപ്പത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് അട്ടപ്പാടി ആനക്കട്ടി റോഡിൽ തെങ്കര കനാലിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിനായി കനാലിൽ ഇട്ട മണ്ണ് നീക്കിയില്ല. വെള്ളം ലഭിക്കാതെ കൃഷി ഉണക്കു ഭീഷണിയിൽ. പ്രതിഷേധത്തിനൊരുങ്ങി കർഷകർ. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ വലുതുകര കനാലിനെ ആശ്രയിച്ചാണ് തെങ്കര, മെഴുകുംപാറ, മേലാമുറി, ചെറുകുളം, കോൽപ്പാട മേഖലകളിൽ കൃഷി ചെയ്യുന്നത്. അട്ടപ്പാടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തെങ്കരയിൽ കനാലിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കാനായി കനാൽ മണ്ണിട്ട് നികത്തിയിരുന്നു. പാലം നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മണ്ണ് മാറ്റുമെന്നാണ് അറിയിച്ചിരുന്നത്. പാലം നിർമ്മാണം പൂർത്തിയായിട്ടും കനാലിലെ മണ്ണ് നീക്കിയിട്ടില്ല. ഇക്കഴിഞ്ഞ 3-ന് വലുതു കനാലിൽ വെള്ളം തുറന്നുവിടുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിനിടെ മഴ ലഭിച്ചതിനാൽ 2 ദിവസം കൂടി കഴിഞ്ഞ് തുറക്കാമെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു. കനാലിലെ മണ്ണ് നീക്കാതെ വെള്ളം തുറന്നുവിട്ടാലും കർഷകർക്ക് വെള്ളം ലഭിക്കില്ല. വലുതു കനാൽ തുറക്കാൻ ഇറിഗേഷൻ അധികൃതർ തയ്യാറാണ്. കനാലിലെ മണ്ണ് അടിയന്തരമായി നീക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചരക്കു വാഹനങ്ങളിലെ യാത്രയ്ക്കെതിരെ ഒറ്റപ്പാലം പോലീസിന്റെ കർശന നടപടി. തൊഴിലാളികളെ കയറ്റിപ്പോയ 2 പിക്കപ്പ് വാഹനങ്ങൾ പിടിച്ചെടുത്ത പോലീസ് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്തു. മുരിക്കുംപറ്റ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് നടപടി. ക്യാബിനിലും ഗുഡ്സ് കയറ്റുന്ന ഭാഗത്തുമായി തൊഴിലാളികളെ കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാഹനങ്ങളാണ് പിടിയിലായത്. ഡ്രൈവർമാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഇത്തരം വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് 5000 രൂപ വരെ പിഴ ഈടാക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇതിനു പുറമെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും മറച്ച നിലയിലും ഓടിയ ചില വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം ജില്ലാ കേരളോത്സവത്തിന് പെരിന്തൽമണ്ണയിൽ ആവേശകരമായ തുടക്കം. ഡിസംബർ 19 മുതൽ 24 വരെ കായിക മത്സരങ്ങളും 26 മുതൽ 30 വരെ കലാമത്സരങ്ങളും നടക്കും. തിരൂർക്കാട് നസ്ര കോളേജിൽ നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവത്തിന് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെയും നഗരസഭയിലെയും വിവിധ വേദികളിലാണ് ജില്ലാ കേരളോത്സവം നടക്കുന്നത്. തിരൂർക്കാട് നസ്ര കോളേജിൽ നടന്ന ചടങ്ങിൽ
മഞ്ഞളാംകുഴി അലി MLA ജില്ലാ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ആദ്യ ദിവസം വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവുമാണ് നടന്നത്. പഞ്ചഗുസ്തി മത്സരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിലും വടംവലി മത്സരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയും ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ കേരളോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരത്തുള്ള മുനിസിപ്പാലിറ്റിയിലും നമ്മൾ ഗ്രാമപഞ്ചായത്തിലൊക്കെ ആയിട്ടാണ് നമ്മൾ കായിക മത്സരങ്ങളും ആർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ മത്സരങ്ങളും നടത്തുന്നത്. ഇന്ന് വടംവലിയും പഞ്ചഗുസ്തിയുമാണ് ഇന്നിവിടെ നടക്കുന്നത്. കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് സംഘടിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ നിന്നത് നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 30-ാം തീയതി അവസാനിക്കുന്നത് വരെ പെരിന്തൽമണ്ണയിൽ സത്യത്തിൽ യുവജനങ്ങളുടെ ഒരു മേള തന്നെയാണ് നടക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സെറീന ഹസീബ്, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സൈദ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത്, സ്ഥിരം സമിതി ചെയർമാൻ അസീസ് പട്ടിക്കാട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ P ഷഹർബാൻ, TP ഹാരിസ്, NM രാജൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജു, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്യാം പ്രസാദ്, യുവജനക്ഷേമ ജില്ലാ ഓഫീസർ ആശ S ബാബു, ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് രാജേഷ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 26 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ വേദികളിൽ കായിക മത്സരങ്ങൾ പൂർത്തിയാകും. 26 മുതൽ 30 വരെ കലാമത്സരങ്ങൾ നടക്കും. മത്സരങ്ങൾ പൂർത്തിയാക്കുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പറഞ്ഞു. ഇത് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യുവാക്കൾക്കും അതുപോലെ തന്നെ സ്പോർട്സിനെയും കലയെയും സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു അംഗീകാരമാണ്. അത് കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മത്സരങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വേദികൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ എല്ലാ മത്സരങ്ങളും ജഡ്ജ് ചെയ്യുന്നത് കായിക മത്സരങ്ങളുടെ കാര്യത്തിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ അസോസിയേഷൻ്റെ നേതൃത്വത്തിലും അതുപോലെ ആർട്സ് വിഷയങ്ങളിൽ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പിലെ കലാകാരന്മാരും കലാകാരികളുമാണ്. ഈ രണ്ട് ഏജൻസികളും സർക്കാരുമായി കൂടെ നിൽക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ ജഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള അലോസരങ്ങളും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള അപ്പീലിൻ്റെ ആ ഒരു പ്രളയവും ഒക്കെ ഇപ്രാവശ്യം തടുത്തു നിർത്താനും കുറ്റമറ്റ രീതിയിൽ മത്സരഫലങ്ങൾ ഡിക്ലെയർ ചെയ്യാനാകുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. 26 വൈകിട്ട് ഘോഷയാത്ര സംഘടിപ്പിക്കും. തുടർന്നാണ് കലാമത്സരങ്ങൾ ആരംഭിക്കുക. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ മ്യൂസിക് സന്ധ്യയും അരങ്ങേറും. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കിസാൻ സല്യൂട്ട് വിദ്യാർത്ഥി കർഷക സംഗമങ്ങൾക്ക് തുടക്കമായി. പാണ്ടിക്കാട് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. വയനാട് ലക്കിടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയാണ് കിസാൻ സല്യൂട്ട് എന്ന പേരിൽ സംസ്ഥാനതല വിദ്യാർത്ഥി കർഷക സംഗമം നടത്തിയത്. വിദ്യാർത്ഥികൾക്ക് കാർഷിക മൃഗസംരക്ഷണ മേഖലകളിൽ ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടക്കമിട്ട നൂതന പദ്ധതിയാണിത്. തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലെ 6 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കർഷകരുടെ ഭവനങ്ങളിലോ ഫാമുകളിലോ എത്തി കാർഷിക മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും മൂല്യവർദ്ധിത ഉൽപാദന പ്രക്രിയകളിൽ നേരിട്ട് ഇടപെടൽ നടത്താനും ഈ പദ്ധതിയിലൂടെ സാധ്യമാകും. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യ പരിപാടി നടന്നത്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ VTS ഫാം, VTST പാലുൽപാദന ഫാക്ടറി എന്നിവ സന്ദർശിച്ചു. മന്ത്രി ചിഞ്ചുറാണിയും വിദ്യാർത്ഥികൾക്കൊപ്പം സന്ദർശനം നടത്തി. തുടർന്ന് അസാപ്പ് സെന്ററിൽ നടന്ന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കോഴിക്ക് തീറ്റ നമുക്കറിയാം, കോഴിത്തീറ്റയ്ക്ക് വലിയ വിലയാണ് കേരളത്തിൽ. 32-34 രൂപ വരെ 1 കിലോ കോഴിത്തീറ്റയ്ക്ക് വില കൊടുത്ത് ആ കോഴികളെ ഏകദേശം 45 ദിവസം അല്ലെങ്കിൽ അത് 120 ദിവസം മുട്ടയിടുന്നരം വരെ അതിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോഴികൾക്ക്
തീറ്റ നമുക്ക് കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുവാൻ ഒരു സീസ് പുതിയ നമ്മുടെ എനിക്ക് തോന്നുന്നു മാലിന്യത്തിൽ നിന്ന് തന്നെ ചില പുഴുക്കളെ എന്ന് പറഞ്ഞാൽ അതിന് തലയും വായുമൊന്നുമില്ലാത്ത പുഴുക്കളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ആ പുഴുക്കളെ കൊടുത്തുകൊണ്ട് തീറ്റയായി ഉപയോഗിച്ചുകൊണ്ട് വളർത്തുവാനുള്ളൊരു പുതിയ സംവിധാനം അവർ കേരളത്തിൽ ആവിഷ്കരിച്ചു. മികച്ച കർഷകർ, വിദ്യാർത്ഥി കർഷകർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് യു എ ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ചു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ, ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുന്നീസ താമരത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സദഖത്ത്, ബ്ലോക്ക് അംഗം T സുലൈക്ക, V ഐഷുമ്മ, P സുനീർ, TK റാബിയത്ത്, V മജീദ്, കൊരമ്പയിൽ ശങ്കരൻ, ഡോക്ടർ TS രാജീവ്, സ്കൂൾ PTA പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി, SMC ചെയർമാൻ AT ഉമ്മർ, പ്രിൻസിപ്പൽ CM സിയാവുദ്ദീൻ, പ്രഥമാധ്യാപകൻ C മുഹമ്മദ് ഇബ്രാഹിം, ഡോക്ടർ KN നൌഷാദ് അലി, വിവിധ ക്ഷീര കർഷക സംഘം പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. പാർലമെന്റിൽ ഡോക്ടർ BR അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം. അങ്ങാടിപ്പുറത്താണ് വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭരണഘടനാ ശില്പി BR അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറത്ത് പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. ഡോക്ടർ അംബേദ്കറിനെതിരായ അധിക്ഷേപം ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹിക സമാധാനത്തിനും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സെയ്താലി വലമ്പൂർ പറഞ്ഞു. അമിത്ഷായുടെ പ്രസ്താവന ജനാധിപത്യ സ്നേഹികളെ വേദനിപ്പിക്കുന്നതാണെന്നും അതിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും സെയ്താലി പറഞ്ഞു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു. മങ്കട മണ്ഡലം സെക്രട്ടറി ആബിദലി അരിപ്ര, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സക്കീർ മാമ്പ്ര, നൌഷാദ് അരിപ്ര, റഷീദ് കുറ്റീരി, ഷാനവാസ് അങ്ങാടിപ്പുറം, അബ്ദുൽ അരങ്ങത്ത്, മൊയ്തീൻ KT, ഉസ്മാൻ മാസ്റ്റർ, ഇക്ബാൽ KV തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒറ്റപ്പാലം NSS കോളേജ് യൂണിയനും ആർട്സ് ക്ലബ്ബും പ്രവർത്തനം ആരംഭിച്ചു. യൂണിയൻ ഉദ്ഘാടനം MLA രാഹുൽ മാങ്കുട്ടത്തിൽ നിർവഹിച്ചു. ആർട്സ് ക്ലബ്ബ് സിനിമാ താരം ആര്യമേനോൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ U അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ K രാധാകൃഷ്ണൻ, സെനറ്റ് അംഗം ഡോക്ടർ സജി സുനിൽകുമാർ, ഡോക്ടർ K പ്രശാന്ത്, സ്റ്റാഫ് എഡിറ്റർ P ആനന്ദ്, S അഭിനന്ദ്, വൈസ് ചെയർമാൻ PT നന്ദന എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അനുവദിച്ച ജലസംഭരണിയും ജലസേചന സൗകര്യവും എന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. 4 കോടി രൂപ ചെലവിലാണ് കൂറ്റൻ ജലസംഭരണി നിർമ്മിക്കുന്നത്. നിർദ്ദിഷ്ട സ്ഥലം മുഹമ്മദ് മൂസിൻ MLA സന്ദർശിച്ചു. ലോകപ്രസിദ്ധിയാർജിച്ച പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇതോടെ നടപ്പിലാക്കപ്പെടുന്നത്. കേരളത്തിലെ പ്രചാരം ലഭിച്ചിട്ടുള്ള നെൽവിത്തുകളിലേറെയും ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സംഭാവനയാണ്. ടൺ കണക്കിന് നെൽവിത്തുകളും മറ്റ് പച്ചക്കറി വിത്തുകളുമാണ് ഈ കേന്ദ്രത്തിൽ നിന്നും വർഷം തോറും വിറ്റഴിക്കപ്പെടുന്നത്. ഏറെ വരൾച്ച നേരിടുന്ന പ്രദേശത്തെ ഈ ഫാമിന് ചുറ്റുമായി നൂറുകണക്കിന് കുടുംബങ്ങളാണ് വസിക്കുന്നത്. ഇവരിലേറെയും വേനൽക്കാലമായാൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവരുമാണ്. പ്രദേശത്തിൻ്റെ ജലവിധാനം ഉയർത്തുക എന്നത് മാത്രമാണ് ഈ ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനുള്ള ഏക പോംവഴി. ഇതിന് ഒരു പരിഹാരമെന്ന നിലയിലാണ് ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ സംഭരിച്ചുകൊണ്ട് കൃഷിക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുകയും പ്രദേശത്തിൻ്റെ ജലവിധാനം ഉയർത്തുകയും ചെയ്യാൻ കഴിയുന്ന കൂറ്റൻ ജലസംഭരണി നിർമ്മിക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. 4 കോടി രൂപ ചെലവിലാണ് കൂറ്റൻ ജലസംഭരണി നിർമ്മിക്കുന്നത്. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം മുഹമ്മദ് മൂസിൻ MLA സന്ദർശനം നടത്തി. പദ്ധതിയുടെ വിശദവിവരങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും റിസർച്ച് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തു. ഇപ്പം നിലവിൽ ചെറിയൊരു ജലസംഭരണിയാണുള്ളത്. അതിനേക്കാളും ഒരു 10-15 ഇരട്ടി വരുന്ന വലിയൊരു ജലസംഭരണി, ഏതാണ്ടൊരു തടാകം പോലെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇവിടുത്തെ റിസർച്ചിനും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിക്കും മാത്രമല്ല പ്രയോജനം ചെയ്യുക. ഈ ജലസംഭരണി വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ പരിസര പ്രദേശത്തൊക്കെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടി
കൂടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി TSM ടെൻഡറും വിളിക്കുന്നതിന് മുന്നോടിയാണ് വിശദമായിട്ടുള്ള ഇതിന്റെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നത്. എന്തായിരുന്നാലും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നെല്ല് ഗവേഷണ കേന്ദ്രം ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ നമുക്കറിയാം റിസർച്ചിന് ആവശ്യമുള്ള, അതുപോലെ വിത്തുൽപാദനത്തിന് ആവശ്യമുള്ള കൃഷി ഒരു വിള കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അത് പൂർണ്ണമായിട്ട് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പരിഹരിക്കാൻ കഴിയും. ഒറ്റപ്പാലം നഗരസഭയിൽ ഡ്രോൺ സർവേ നടത്തി വികസന രൂപരേഖ തയ്യാറാക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2.0 ഉൾപ്പെടുത്തിയാണിത്. സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ച് സർവേ നടപടികൾ. ഇതുവഴി നഗരപരിധിയിലെ റോഡുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ, ചാലുകൾ എന്നിവയുടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. ഇത് ഭാവിയിലേക്കും കൂടി ഗുണം ചെയ്യുന്ന നിലയിൽ ഡിജിറ്റലായി സൂക്ഷിക്കാം. ഇതുവഴി 20 വർഷം മുന്നിൽ കണ്ടുള്ള വികസന ഭൂരേഖ നഗരസഭയ്ക്ക് തയ്യാറാക്കാം. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് പുറമെ ഷൊർണൂർ നഗരസഭയിലും ഡ്രോൺ സർവേ നടത്തും. ഒറ്റപ്പാലത്ത് 2 ആഴ്ചയ്ക്കകം സർവേ തുടങ്ങും. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ആത്മാ പരിശീലനത്തിൽ പങ്കെടുത്ത 10 SC ഗുണഭോക്താക്കൾക്ക് 5000 രൂപ വില വരുന്ന 2 ചെറു തേനീച്ച കൂടും തേനീച്ചയും സൗജന്യമായി നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സയ്യിദ് അലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. നമുക്ക് കാര്യമായിട്ട് ഇതിലൊന്നും ചെലവില്ല, എടുക്കും നമുക്ക് കൊണ്ടുപോയി ഈ ചെറുതീന ചെലവൊന്നുമില്ല. വലിയ തേനീച്ച വെച്ചാൽ തന്നെ കടിക്കുന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ 4 വർഷമായിട്ട് ഞാൻ അതിന്റെ അടുത്ത് കൂടെ കൂടിന്റെ അടുത്ത് കൂടെ ഇന്നലെയും കൂടി പോയതാണ്. ഇന്നലെ ഞാനും കൂടി പോയത്. പക്ഷെ നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല, നമ്മളെന്തെങ്കിലും കട്ടിയത് അത്ര നല്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല ഇത് 1200 രൂപ 1500 രൂപ വരുന്നുള്ളതാണ് ഈ തേനിന് ഉള്ളത്. അപ്പൊ നമുക്ക് നല്ല ഒരു നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ടും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതില്ല. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിജിഷ AS പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക VK അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KV ശ്രീജ, ആത്മ ഫീൽഡ് അസിസ്റ്റന്റ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. KGCE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് തൃശ്ശൂരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ പെരിന്തൽമണ്ണ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ചാമ്പ്യന്മാരായി. പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ തന്നെ നിലമ്പൂർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റണ്ണേഴ്സ് കപ്പും നേടി. ടീം അംഗങ്ങളെ മാനേജ്മെന്റ് ആദരിച്ചു. KGCE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വർഷം തോറും വിദ്യാർത്ഥികൾക്കായി 11 ഫുട്ബോൾ മേള സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ തൃശ്ശൂരിൽ നടന്ന മേളയിൽ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ പെരിന്തൽമണ്ണ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ചാമ്പ്യന്മാരായി. ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ടീം അംഗങ്ങളെ മാനേജ്മെന്റ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചാമ്പ്യൻസ് ട്രോഫിയും കൈമാറി. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും സ്ഥാപനം പ്രോത്സാഹനം നൽകാറുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ പറഞ്ഞു. 25ഓളം ടീമുകൾ പങ്കെടുത്ത ഈ ടീമിൽ പെർഫെക്റ്റ് ഗ്രൂപ്പിന് ഇരട്ടി മധുരം നൽകി. ഇത് പെർഫെക്റ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെ നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പെർഫെക്റ്റ് ഗ്രൂപ്പ് അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല, ടെക്നിക്കലിലും അതേപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും നമ്മൾ വളരെ മുൻപന്തിയിലാണ്. റിസൾട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അഡ്മിഷൻ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ സംസ്ഥാനത്ത് 1ാം സ്ഥാനം തന്നെയാണുള്ളത്. ക്യാമ്പസ് മുതൽ പട്ടിക്കാട് വരെ ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു. പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ തന്നെ നിലമ്പൂർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റണ്ണേഴ്സ് കപ്പ് നേടിയത്. സംസ്ഥാനത്തിനകത്തുള്ള 25ഓളം ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻഷിപ്പിലും പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് 1ാം സ്ഥാനവും പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ തന്നെ നാഷണൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2ാം സ്ഥാനവും നേടിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അഴിമതി ഭരണക്കാരെ താഴെയിറക്കുകയാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല. ഇതിനാവശ്യമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകും. നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്ന പദ്ധതിക്കാണ് വൈദ്യുതി രംഗത്ത് സർക്കാർ ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല. ലൈഫ് ഭവന പദ്ധതിയിൽ മികച്ച നേട്ടവുമായി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത്.
ഈ ഭരണസമിതിയുടെ കാലത്ത് ജനറൽ SC വിഭാഗങ്ങളിലായി നൽകിയത് 400 വീടുകൾ. ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് ഉറപ്പാക്കുമെന്നും ഭരണസമിതി. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട 1.5 കോടി രൂപ UDF ഭരണസമിതി നഷ്ടപ്പെടുത്തിയെന്ന ആരോപണം. CPM പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പദ്ധതി നിർവഹണത്തിൽ അലംഭാവമെന്നും നേതാക്കൾ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധം തുടരുന്നു. പെരിന്തൽമണ്ണയിൽ KSCB ഡിവിഷൻ ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് മാർച്ച്. സാധാരണക്കാരുടെ താൽപ്പര്യങ്ങളല്ല സർക്കാർ സംരക്ഷിക്കുന്നതെന്ന് നേതാക്കൾ. വല്ലപ്പുഴ കുറുവട്ടൂർ കുളപ്പള്ളി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം. വാർഡിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനമെന്ന് കോൺഗ്രസ്. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും വിവേചനമുണ്ടായിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.